ഫറൂഖ് കോളേജിലെ ലിംഗവിവേചന വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതായി യുവജന കമ്മീഷൻ. വ്യക്തിസ്വാതന്ത്ര്യ നിഷേധം അടക്കമുള്ള വിഷയങ്ങൾ കമ്മീഷൻ പരിശോധിച്ചു വരികയാണ്. വിഷയത്തിൽ ഇരുപക്ഷത്തിനും വീഴ്ച സംഭവിച്ചുവെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ലിംഗവിവേചന വിഷയത്തിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ എത്തിയതായിരുന്നു യുവജന കമ്മീഷൻ. പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായി കമ്മീഷൻ പറഞ്ഞു. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഇരു കൂട്ടർക്കും വീഴ്ച സംഭവിച്ചതായി അഭിപ്രായപ്പെട്ട കമ്മീഷൻ കോളേജ് സർവകലാശാല തലത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനു മുമ്പേ വിഷയം പൊതുജനമാധ്യമത്തിലെത്തിയത് പരിശോധിക്കുമെന്നും വ്യക്തമാക്കി. കമ്മീഷന്റെ പൂർണ്ണമായ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരു ജനറലായി പരിശോധിച്ചതിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവേചനം അത് ഏത് എക്സ്റ്റന്റ് വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കും. പക്ഷേ അത്തരത്തിലൊരു വിവേചനം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഇത്തരത്തിൽ ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ട്. ലിംഗനീതി നിഷേധിക്കപ്പെട്ടോ എന്നാണ് കമ്മീഷൻ പരിശോധിക്കുന്നത്. ആർട്ടിക്കിൾ 14 ലംഘനവും കമ്മീഷൻ പരിശോധിക്കുമെന്ന് ചെയർമാൻ RV രാജേഷ് പറഞ്ഞു. പൗരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള രീതിയിൽ ഒക്കെയുള്ള ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, വ്യക്തിപരമായ അവകാശങ്ങൾ, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും. വിദ്യാർത്ഥിയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി പരിഗണനയിലായതിനാൽ അക്കാര്യം കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല. അന്തിമ പരിശോധനകൾക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്ന് കമ്മീഷൻ അറിയിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.